ജദുബാന്ന് ആരും പറയൂല. കാരണം മടവൂർ ശൈഖുന ഏറ്റവും നല്ല ഉണർവിലല്ലേ ജീവിച്ചേ. ആയിരക്കണക്കിന് ആളുകളുടെ പ്രശ്നം എല്ലാ ദിവസവും തീർക്കുന്ന ആളാ മടവൂർ ശൈഖുന. ജദുബും മാനസിക അസ്വസ്ഥതകൾ ഉള്ളവർക്ക് ശരിയാക്കി കൊടുക്കണം. എനിക്ക് ഒന്നും കൂടി പിടിച്ചോ. ഏതായാലും ഞങ്ങൾ ഉസ്താദന്മാരെ പറഞ്ഞല്ലേ, ജദുബാന്ന് ആരും പറയില്ല. എടോ സി എം വലിയ ശിഷ്യന്മാരെ പെട്ടാന്ന് പറഞ്ഞിട്ടില്ല. എന്റെ മടവൂർ കാഫില നിങ്ങൾ എല്ലാവരും കാണണം, അറിയണം, പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണം. കാഫിലി വന്നിട്ടില്ലേ ചങ്ങായിയെ, പറയില്ലാന്നോ? മാത്രമല്ല അജു വലിയ ബഹുമാനം പറഞ്ഞ ചെറുശ്ശേരി പറഞ്ഞിട്ടില്ലേ, അത് രണ്ടു പോയി കാണിച്ചാ അതിനെ പറ്റി എന്ത് പറയണ്ടേ? പറയില്ലാന്നല്ലേ. പറയില്ലാന്ന് ചെയ്യാൻ കൊള്ളപ്പെട്ട വെച്ചിട്ട് കാര്യമില്ല, മനസ്സിലായോ? ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനെ എന്ത് ചെയ്യും? എന്റെ കാഫിലി തന്നെ വന്നിട്ടുണ്ട് ജദുബാന്നില്ല. ഞാൻ കാണിച്ചാ ഇതാ കാണിച്ച് ജദുബാന്ന് പറയില്ലാന്നല്ലേ. ഇതുകൊണ്ട് തന്നെ പക്ഷേ കാഫില കാണില്ല, അൻപതിലെ കാണാൻ പറഞ്ഞേ. അതിലുള്ള സത്യസന്ധമാണെന്ന് പറഞ്ഞേ, സത്യസന്ധമായ ചരിത്രം ഞങ്ങൾ പുറത്തു വിടുള്ളൂ പറഞ്ഞേ. അയാൾ പറഞ്ഞു കേട്ടോ, ഇതിനെ പറ്റി എന്ത് പറയണ്ടേ? ഇത് സീമന്താണ് കണ്ടിക്കണം. എന്റെ കണ്ടിട്ടില്ലല്ലോ. നാം ഉണ്ടാക്കി കണ്ടൂർ വരട്ടെ, കണ്ടൂർ വരെ കേട്ടോ. ശൈഖുന അടുത്തുനിന്ന് എത്ര കൊല്ലം ഓതിയതിനു ശേഷമാണ്? ഞാനൊരു കൊല്ലത്തിന്റെ അടുത്ത് ഓതിയുള്ളൂ. ഒരു കൊല്ലം വന്നപ്പോഴേക്ക് വേറെ മുപ്പരത്തിലായി ജദബിന്റെ ഹാലത്തിലേക്ക്. അതെ അതെ. അപ്പം കണ്ടോ മടവൂർ കാഫിലി വന്നത്? ഇത് പറഞ്ഞാൽ പറഞ്ഞിട്ടില്ലേ, പറയില്ലേ? ഇത് എന്ത് ചെയ്യും? ഇത് കണ്ടിക്കണോ? ഈ സി എം എഴുതാൻ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ലല്ലോ. എന്നാ ചിലക്കരുത്, തൊള്ള തുറക്കരുത്. സി എം എഴുതാൻ ഒരു കൊല്ലം മോദി ആളാ. ഇതേപറ്റി പറയിപ്പിച്ചിട്ട് പറയാട്ടോ. പച്ച കള്ളാണ് പറഞ്ഞതെന്നുള്ളൂ സി എം എഴുതാൻ പറ്റി എനിക്ക് ചുക്കും അറിയാന്നുള്ളൂ തിരിക്കാൻ ഞാൻ, മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ വിട്ട് കണ്ടോ ഒരു കൊല്ലത്തിനെ തോതി. പിന്നെ മൂപ്പര് ഹാല് മാറി, ജദുബിന്റെ ഹാലായി. എങ്ങനെയുണ്ട്? എന്നിട്ട് പറയില്ല, പറഞ്ഞിട്ടില്ല. ഈ ചെറുശ്ശേരി പറഞ്ഞ കാരണം എനിക്ക് ചെറുശ്ശേരി പറഞ്ഞേ അത് കണ്ടോ? അതിനെ എന്ത് പറയും? അതിന് ബന്ധം അതൊക്കെ കണ്ടുപോലും അനുഭവിച്ചാടോ. ഇത് മല്ല ശേഖു മല്ലപ്പം നടക്കണം. ഒരൊറ്റ മൈകാളും മര്യാദ സി എം എഴുതാൻ കണ്ടിട്ടില്ല, ഒരു മൈകാളും കണ്ടിട്ടില്ല ഈ പ്രസംഗിച്ചെടുക്കണേ. പിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞാൽ ശേഖരൻ എന്താ അയാൾ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് അള്ളാഹു അത് വിശ്വസിക്കാൻ പറ്റില്ല. അയാൾ കണ്ട പല കാര്യങ്ങളൊന്നും നിഷേധിക്കാലോ. സി എം എഴുതാൻ പറഞ്ഞു പറഞ്ഞ പല കാര്യങ്ങളൊന്നും നിഷേധിക്കാലോ. അതെന്താ? അപ്പൊ അയാൾ എന്താ കണ്ടതും നമുക്ക് അങ്ങനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞേ എന്താണ് പറയുന്നത് എന്തിനാ നമുക്കറിയാലോ. ഇങ്ങോട്ട് വരെ പാലിക്കണം. അതുകൊണ്ടാ പറഞ്ഞത്. കണ്ടോ നൗഷാദ് വലിയ മഹത്വം പറഞ്ഞ, അൻപരി വലിയ മഹത്വം പറഞ്ഞ ആളാ ചെറുശ്ശേരി ഉസ്താദ്. നേരിട്ട് കണ്ട കാര്യം പറഞ്ഞെത്തി. എന്നിട്ട് ആരും പറയില്ല. ഇത് സി എം എഴുതാൻ കണ്ടിട്ടില്ല ചങ്ങായി, മനസ്സിലായോ? കണ്ടവര് പറയട്ടെ, കേട്ട ചടക്ക് കണ്ടവര് പറയട്ടെ. തൊള്ള തുറക്കരുത്, മനസ്സിലായോ? എനിക്ക് സി എം എഴുതാൻ പറ്റിയ ചുക്കും അറിയില്ല. പാച്ച കള്ളന്മാരെ എടുക്കുന്നിട്ട് ഇതൊക്കെ ഇടിപ്പിച്ചാട്ടോ. എനിക്ക് സി എം എഴുതാൻ പറ്റി അറിയില്ല എന്നുള്ളതിനാണ് ഞാൻ കിട്ട്. കാരണം സി എം എഴുതാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അത് കണ്ടുവരുന്ന പറഞ്ഞേ. സി എം എഴുതാൻ ശിഷ്യൻ തന്നെ പറഞ്ഞു. ഇനി ഏറ്റവും വലിയ പണ്ഡിതനായിട്ട് പരിചയപ്പെടുത്തിയ ഇത് അൻപരൊക്കെ നായകർക്ക് 40 തൊട്ട് എല്ലാ സ്റ്റേജിലും പറഞ്ഞ ആളാ ചെറുശ്ശേരി. റമദാൻ മാസം വരെ ഭക്ഷണം കഴിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറുശ്ശേരി പറഞ്ഞിട്ട് എന്ത് പറയണ്ട എനിക്ക്? അപ്പൊ എനിക്കവിടെ വേറെ അവിടെ ഉണ്ടാവും. ആയിക്കോട്ടെ, അത് നിങ്ങളൊരു പേച്ചമാർഗം ഞങ്ങൾ കൂട്ടിക്കൊണ്ട് മനസ്സിലായോ? ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾ എന്റെ കളി നടക്കൂല മോനെ. ഞാൻ വേറെ ഒന്നും കൂടി ഞാൻ കാണിച്ചില്ല. ഒറ്റൊന്നും കൂടി എനിക്ക് തരുമ്പോൾ ഒന്ന് 2 ഏറെ തരാനോ സമയമില്ല. ഒന്നാലും വേണ്ടില്ല. എൻ്റെ ഒരു കൂടി കാണട്ടെ, കേൾക്കട്ടെ.